സോ ഇന്ന് നമ്മൾ നമ്മുടെ സ്റ്റോറിലെ വർക്ക് പ്രോഗ്രസ് ചെയ്യുന്നതാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പൊ ഈ ആക്ച്വലി ഒരു നമുക്ക് ഓൾറെഡി ഫിനിഷ്ഡ് ആയി വന്നേക്കുന്ന ഒരു ഔട്ട്ഫിറ്റിന്റെ അപ്പർ പോർഷനിൽ വരുന്ന വർക്കാണ്. അപ്പൊ ഈ വന്നേക്കുന്നത് അതിന്റെ ചെസ്റ്റ് പോർഷൻ ഫ്രണ്ട് പോർഷനിൽ വരും, മറ്റേത് രണ്ടും സ്ലീവ്സ് ആണ്. അതിന്റെ വർക്കാണ് ഇപ്പൊ ഇവിടെ പ്രോഗ്രസ്ഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ കണ്ട ഹാൻഡ് വർക്ക് നടക്കുന്നതിന്റെ സ്കേർട്ട് ഫിനിഷ്ഡ് ആയി വന്നേക്കുന്നത്. നല്ല ഇത് ഫുള്ളി ഫിനിഷ്ഡ് ആയിട്ട് ഈ ഔട്ട്ഫിറ്റ് നമ്മൾ വരും ദിവസങ്ങളിൽ കാണിക്കും കേട്ടോ. പിന്നെ അതല്ലാതെ നമുക്ക് ഫിനിഷ്ഡ് ആയേക്കുന്ന നല്ലൊരു ബനാറസിയിൽ വന്നേക്കുന്ന ഒരു സ്കേർട്ടും അതിന്റെ ഒരു ക്രോപ്പ് ടോപ്പും നമുക്ക് ഫിനിഷ്ഡ് ആയിട്ടുണ്ട്. ഇതൊക്കെ അടുത്തടുത്ത ദിവസങ്ങളിൽ നമ്മൾ വീഡിയോസിൽ ഇട്ട് പോകുന്നുണ്ടാവും. ഇത് ആക്ച്വലി നമ്മുടെ യൂണിറ്റിൽ ഇപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്ക്സ് ആണ് ഇനി അടുത്ത കാണിക്കുന്നത്. നമുക്ക് അവിടെ ഹാൻഡ് വർക്ക്സ് നമ്മൾ കണ്ടായിരുന്നു. ഇത് ക്രോപ്പ് ടോപ്പ് ആണ് കേട്ടോ വരുന്നത്. ഒരു ഹണി കോം പാറ്റേണിൽ നമ്മൾ ചെയ്തേക്കുന്ന ഒരു വർക്കാണ്. ഫുള്ളി ഫിനിഷ്ഡ് ആയി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് കാണിക്കും. അപ്പൊ അതിന്റെ സ്കേർട്ട് ഹാഫ് ഡ്രേപ്പ് ആക്കി വെച്ചേക്കുന്നുള്ളൂ. ഓൾമോസ്റ്റ് എല്ലാവരും നമ്മളോട് ഡ്രേപ്പിംഗ് സ്കേർട്ടിന്റെ റേറ്റ്സ് ചോദിക്കാറുണ്ട്. അപ്പൊ നമ്മൾ ക്ലിയർലി പറയും, ഡ്രേപ്പിംഗ് എന്ന് പറയുന്നത് കുറച്ച് ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള ഒരു വർക്ക് തന്നെയാണ്. സമയം എടുത്ത് നന്നായിട്ട് ചെയ്തെടുക്കേണ്ടി വരും നമുക്ക് ഡ്രേപ്പിംഗ്സ് വരുമ്പോൾ. അപ്പൊ അതുകൊണ്ടാണ് ഡ്രേപ്പിംഗ് എപ്പോഴും കോസ്റ്റ്ലി ആവുന്നത്. ഇതിപ്പോ നമ്മൾ നേരത്തെ കണ്ട ഓഫ് വൈറ്റ് സ്കേർട്ടിന്റെ സ്കേർട്ട് ആൻഡ് ക്രോപ്പ് ടോപ്പ് കണ്ടതിന്റെ ദുപ്പട്ടയുടെ എംബ്രോയിഡറി ആണ് കേട്ടോ നടക്കുന്നത്. ജോർജറ്റ് ഫാബ്രിക്കിൽ നമ്മൾ എംബ്രോയിഡറി ക്രിയേറ്റ് ചെയ്ത് എടുക്കുകയാണ്. അപ്പൊ അതാണ് ഇതിപ്പോ കാണുന്നത്. അപ്പൊ ഈ രീതിയിലാണ് നമ്മുടെ സ്റ്റോറിൽ നമുക്ക് വർക്ക്സ് പ്രോഗ്രസ്ഡ് ആവുന്നത്. ഇത് ആക്ച്വലി ടൈം ഇച്ചിരി കൺസ്യൂമിംഗ് ആയിട്ട് വരുന്ന വർക്കാണ്. കാരണം അതിനകത്ത് ഓരോ സീക്വൻസിനെയും പ്ലേസ് ചെയ്തിട്ട് ഫുള്ളി എംബ്രോയിഡറി ചെയ്യണം. അപ്പൊ ഇച്ചിരി നല്ല സമയം എടുത്ത് ക്ഷമയോടുകൂടി ചെയ്യുന്ന ഒരു എംബ്രോയിഡറിയാണ്. ഇച്ചിരി ഇൻട്രിക്കേറ്റ് ആയിട്ട് വരുന്ന ഒരു എംബ്രോയിഡറി വർക്ക് ആണ് കേട്ടോ. ഫിനിഷ്ഡ് ആയി കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാം ഫുൾ ആയി. ഹാൻഡ് വർക്കിനുള്ള പീസസ് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ സ്കേർട്ട് പലാസോ വരും. അതിന്റെ വേസ്റ്റ് ബാൻഡ് ആണ് ഇപ്പൊ മാസ്റ്റർ കട്ട് ചെയ്തേക്കുന്നത്. ഇപ്പൊ ഈ സ്കേർട്ട് പലാസോ കണ്ടോ, ഇനി ഇതുമേല് ഹാഫ് ഫിനിഷ്ഡ് ആയിട്ടുണ്ട്. ഇനി ഇതുമേല് വേസ്റ്റ് ബാൻഡ് അറ്റാച്ച്ഡ് ആകും. അങ്ങനെ ടിഷ്യൂ സിൽക്ക് നമ്മൾ ഡൈ ചെയ്തെടുത്തേക്കുന്ന നല്ലൊരു ഫാബ്രിക് ആണ്. നല്ല ഫ്രീ ഫ്ലോ ടെക്സ്ചറിൽ ഒരു പ്രീമിയം ഔട്ട്ലുക്ക് വരുന്ന നല്ല ഫാബ്രിക് ആണ്. ടിഷ്യൂ സിൽക്കിൽ നമ്മൾ ഡൈ ചെയ്ത ഒരു കളർ ടോണിൽ കൊള്ളാല്ലേ, നല്ല ഭംഗിയില്ല കാണാൻ. ഇത് ആക്ച്വലി ഒരു കസ്റ്റമർ അവർ ദുപ്പട്ട കൊണ്ടുവന്നതാണ്. അപ്പൊ ആ ദുപ്പട്ട കൊണ്ടുവന്നിട്ട് അതിനെ നമ്മളൊരു പാറ്റേണിൽ ഒരു ടോപ്പായിട്ട് കൺവേർട്ട് ചെയ്താണ്. ഫ്രണ്ടിൽ കുറച്ച് നല്ല കുറച്ച് ഏരിയയിൽ നമ്മൾ പ്ലീറ്റ്സ് കൊടുത്തിട്ടുള്ളതിൽ നല്ല ക്രഷ് പ്ലീറ്റ്സ് ആയിട്ട് കൊടുത്തിട്ട് നമ്മൾ വീനെക്ക് കൊടുത്തു. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു ഹൈലോ രീതിയിൽ താഴെ ടാസിൽസ് വന്നത് കാണാൻ ഭയങ്കര ഭംഗിയുണ്ട്. ഇത് കസ്റ്റമർ ഇട്ടിട്ടുള്ള റിവ്യൂവും കൂടെ നമ്മൾ ഇട്ട് തരുന്നതായിരിക്കും കേട്ടോ. ശരിക്കും നല്ല ഭംഗിയിൽ വന്നിട്ടുണ്ട്. സോ ഇത് നിങ്ങൾക്ക് ഒരു റെഫറൻസ് ആയിട്ട് വേണമെങ്കിൽ കീപ്പ് ചെയ്യാം. ഈ രീതിയിൽ ദുപ്പട്ടാസ് ഒക്കെ മൊഡാലിന്റെ വാങ്ങിയിട്ട് ചെയ്യാൻ നല്ലൊരു ഓപ്ഷൻ ആണ് കേട്ടോ. സോ ഡെഫിനറ്റ്ലി നമ്മുടെ സ്റ്റോറിൽ നടക്കുന്ന എല്ലാ വർക്ക്സും ആണ് ഞാൻ ഇന്ന് റാൻഡം ആയിട്ട് നിങ്ങളെ കാണിച്ചേക്കുന്നത്. അപ്പൊ ഇതുപോലത്തെ കസ്റ്റമൈസേഷൻ, എല്ലാ കസ്റ്റമൈസേഷനും നിങ്ങൾക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാം. നമ്മുടെ ബിലോ നമ്പറിൽ ഒരു എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു ടീം നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനുണ്ടാകും. താങ്ക് യു.